ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇത്രയും നാളോ അച്ഛനെ വീട്ടിലെ ശ്വാസം മുട്ടി കഴിയായിരുന്നില്ലേ? ഒരു കൂട്ടുകുടുംബം. ഇപ്പൊ ആശ്വാസമായില്ലേ? സത്യം, ഉണ്ടായിരുന്ന ജോലി പോയപ്പോ അവക്ക് പുറത്തു പോകാൻ കഴിയാതായി. അതെ, വെറുതെ ഗർഭം ധരിച്ച് പ്രൊഫഷനും കളഞ്ഞു. എന്നാ കുഞ്ഞിനെ കിട്ടിയോ? അതുമില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ ഹരിതമോളുടെ മൂഡ് കളയാതെ. അവക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയിരിക്ക. നമുക്കിതങ്ങ് അടിച്ചു പൊളിക്കണ്ടേ? അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അച്ഛൻ വാടകയ്ക്ക് എടുത്തു തന്നതാ. ഇതൊരു തുടക്കമല്ലേ? നിന്റെ അച്ഛൻ ഭൂഗോളത്തിൽ എവിടെയെല്ലാം നിനക്ക് ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടാകുമെന്ന് വഴിയെ അറിയാം. അതെ അതെ, കുറുപ്പ് സാർ ആരാ മോൻ? അതെ അതെ. മനോജ്, മനോജിനെ അറിയാലോ? മനോജ് അറിയാലോ? അബ്കാരി കോൺട്രാക്ടർ ഏലിയാസിന്റെ മോള. ഹലോ. ഗംഗ ജ്വല്ലേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? കേരളത്തിൽ തന്നെ 36 ഷോറൂമുകളുണ്ട്. ആ ഗംഗയാ ഈ ഗംഗ. ഇത് ജിബു ജേക്കബ്. മൂന്നാറിലെ ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ ഉണ്ട്. ഹലോ. മനോജ് മുമ്പ് കണ്ടതുപോലെ തന്നെയാ, നല്ല ചുള്ളനാ. എന്താ മനോജ്, മമ്മൂട്ടിക്ക് പഠിക്കുവാണോ? അല്ല, പ്രായം കൂടുന്തോറും ഗ്ലാമറും കൂടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഒക്കെ വലിയ പണച്ചാക്കളാണെന്ന് അർത്ഥം. വേണ്ട വേണ്ട, മനോജിന്റെ അമ്മായിയപ്പന്റെ ആസ്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഞങ്ങളൊക്കെ. മനോജെ, നീ ഇവർക്ക് കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് വാ. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇങ്ങനെ അപമാനിച്ച് തീരെ ശരിയായില്ല. ഭർത്താവ് ദരിദ്രനാണെങ്കിൽ ഇല്ലാത്ത കേമത്വം ഉണ്ടാക്കി പറഞ്ഞ് മാനം രക്ഷിക്കേണ്ടവള ഭാര്യ. ആ ഭാര്യ തന്നെ ഇങ്ങനെ. എടാ, നോക്കി നിക്കാതെ പോയി ജ്യൂസ് എടുത്തിട്ട് വാ. ചെല്ല്. നിങ്ങൾ ഇരിക്ക. വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? എന്താടാ നോക്കുന്നേ? അല്ല, അമ്മയോട് ആരാ ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞേ? ആരും പറയണ്ടല്ലോ. അതിഥികൾ വന്നാ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇങ്ങെടുക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. പിന്നല്ലാതെ. ജ്യൂസ് കൊടുക്ക്. എനിക്ക് വേണ്ട. ഒരു മാനേഴ്സ് ഇല്ലാത്ത സെർവന്റ്. നിനക്കെന്താ കണ്ണില്ലേ? വേണ്ട, വയസ്സായ അമ്മയല്ലേ, ക്ഷമിച്ചേക്ക്.
യൂസ്ലെസ്. മനോജ്, നിന്നോടല്ലേ ജ്യൂസ് എടുത്തിട്ട് വരാൻ പറഞ്ഞത്? നിന്നെ ഏൽപ്പിച്ച ജോലി നീ തന്നെ ചെയ്യണം. നീ ചെയ്യേണ്ട ജോലി കഴിവ് കെട്ടവർക്ക് വെച്ച് മാറിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ജന്മങ്ങള്. ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുവാ? പൊക്കോടെ. ഈ ട്രേ കൂടെ എടുത്തിട്ട് പോ. ഹരിതേ, ആ സെർവന്റിനെ കൊണ്ടുതന്നെ ബ്ലെസ്സിയുടെ ഡ്രസ്സ് വൃത്തിയാക്കി കൊടുത്താൽ മതി. നോ പ്രോബ്ലം. എടാ, സോറി. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? കുറെ പരിഷ്കാരികളെ കണ്ടപ്പോ അവള് സ്വയം മറന്നു നിൽക്കുക. അഹങ്കാരി. എനിക്കിതങ്ങോട്ട് പിടിക്കുന്നില്ല. മനോജേ, ഹരിത വിളിക്കുന്നു. ചെല്ലടാ. അതിഥികളായി വന്നവരെ നന്നായി ട്രീറ്റ് ചെയ്യണം. അത് നമ്മൾ അവരോട് കാണിക്കേണ്ട മര്യാദയാണ്. അമ്മ, ജഗനും വന്ദനയും തമ്മിൽ മാനസികമായി വളരെ അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് അപകടമാണ്. കുറുപ്പിന്റെ കാലശേഷം അവന്റെ സ്വത്തുക്കൾ എന്റെ മക്കളുടെ പേരിലാക്കണമെന്ന പ്ലാൻ അതോടെ പൊളിയും. അത് നടക്കാൻ പാടില്ല. മാനത്തെ കൊട്ടാ